10 തരം ഇലകൾ ഒന്നിച്ചരിഞ്ഞുണ്ടാക്കേണ്ട പത്തിലത്തോരൻ കർക്കിടക മാസത്തിന്റെ പ്രത്യേകതയാണ്. ഈ സമയത്ത് പലതരം ചെടികൾ തഴച്ചു വളർന്നു നിൽപ്പുണ്ടാവും. 10 ഇലയോ 20 ഇലയോ കിട്ടാൻ ഇവിടെ യാതൊരു വിഷമവുമില്ല. കുട്ടയുമായി ഒന്ന് ചുറ്റി വന്നാൽ മതി. കുമ്പളത്തിലെ നുള്ളി തുടക്കം. 10 തരം ഇലകൾ 10 പാടുള്ളൂ എന്നില്ല, 10 തന്നെ വേണമെന്നുമില്ല. വൈവിധ്യമുണ്ടായിരിക്കണം, അത്ര തന്നെ. അതാണ് കാര്യം. സ്വച്ചയ്ക്കവള്ളിയുടെ ഇല അടുത്തത്. ഇതിന്റെ ഇലകൾക്ക് ചെറിയ സാമ്യമുണ്ട്, അതിലേറെ വ്യത്യാസവും. കുമ്പളത്തിന് രോമമുണ്ട്, ഇതിനതില്ല. തണ്ടും 2 തരമാണ്. ഇലകൾ ശേഖരിക്കുമ്പോൾ തന്നെ അകവും പുറവും നോക്കേണ്ടതാണ്. മിക്ക ശലഭങ്ങളും മുട്ടയിടുന്നത് ഇലകളുടെ അടിവശത്താണ്. മുട്ടയുണ്ടാവാം, മുട്ട വിരിഞ്ഞ് പുഴുവായിട്ടുണ്ടാവാം. അത്തരം ഇലകൾ കയ്യോടെ ഒഴിവാക്കണം. പച്ച നിറമാണെങ്കിലും വെള്ളച്ചീര എന്നാണ് ഇതിന് പേര്. മണ്ടയൊടിച്ചെടുത്താൽ തണ്ട് നിറയെ മുളകൾ വരും. ഇത് മഞ്ഞൾപ്പറമ്പാണ്. നട്ടത് മഞ്ഞൾ മാത്രം, ബാക്കിയെല്ലാം താന്തോന്നികളായി വളർന്നു വന്നവർ. ചീര, പാവൽ, കോവൽ, ചെറുചീര, ചുക്കുട്ടി, കുമ്പളം, മത്തൻ, സ്വച്ചയ്ക്കാച്ചെടി. പാവലും കോവലും കെട്ടുപിണഞ്ഞു വളരുന്നു. പാവലില നാളത്തേക്ക്, കോവലില ഇന്നത്തേക്ക്. ചേമ്പിൽ മടന്തയുണ്ട്. ചേമ്പ് അതിന്റെ തീരെ കുഞ്ഞു ചേമ്പിലയെ തെറുത്ത് തിരി പോലെയാക്കിയിരിക്കുന്നു. അതിനെ മടന്ത എന്നാണ് നമ്മൾ പറയുക. അതും പറിച്ചെടുക്കാം. ഇതാണ് പൊന്നാരി വീരൻ, തകരയുടെ ബന്ധു. തകര മറ്റൊരു ഭാഗത്തുണ്ട്, അതും നാളേക്ക്. പൊന്നാരി വീരന്റെ ഇലഞ്ഞെട്ട് അടർത്തിയെടുത്തു. ഈ ചീര വേലിയായി നട്ടു വളർത്തിയിരിക്കുകയാണ്. മൈസൂർ ചീര, മധുരച്ചീര, പ്രമേഹച്ചീര എന്നൊക്കെ പറയും. ഇതുമായി പൊന്നാരി വീരന് സാമ്യമുണ്ട്. അകവും പുറവും ശ്രദ്ധിച്ചേ. മധുരച്ചീരത്തണ്ടിൽ പൂക്കളും കായ്കളും ഉണ്ടാവും. മധുരച്ചീര നാളെ എടുക്കാം. ഇതിന് പർപ്പിൾ ചീരയെന്നും അയഡിൻ ചീരയെന്നും പേരുണ്ട്. ഇതിന്റെ കടുത്ത നിറം ഉപയോഗിച്ച് ഞങ്ങൾ നാരങ്ങ വെള്ളവും ജാമും ഒക്കെ കടുനിറമാക്കാറുണ്ട്. ഈ വള്ളിച്ചെടി മുക്കാപീരൻ എന്നറിയപ്പെടുന്ന ഒരു മരുന്ന് ചെടിയാണ്. ചുവന്നു തൊടുത്ത ഈ പഴങ്ങൾക്ക് കടും കയ്പാണ്. ഇലയ്ക്ക് കയ്പില്ല. കോവലിലയുമായുള്ള സാമ്യം നോക്ക്, വ്യത്യാസം നോക്ക്. കായ് ഉരുണ്ടാണെങ്കിലും കോവയ്ക്കയുമായി നല്ല സാമ്യമുണ്ട്. കുമ്പളത്തിലയായും സാമ്യമുണ്ട്. ഇത് ചെറുചീര, വളരെയേറെ ഗുണവിശേഷങ്ങൾ ഉള്ളതാണിത്. കാഴ്ചയിൽ സാദാ ചീര പോലെ തന്നെ. തഴുതാമയാണിത്. ഇതിന്റെ ഗുണഗണങ്ങൾ ഇന്ന് എല്ലാവർക്കും അറിയാം. അസാമാന്യ കഴിവുകളുള്ള മരുന്ന് ചെടിയാണിത്. കണ്ടാൽ തിരിച്ചറിയണം, സംരക്ഷിച്ച് വളർത്താൻ മനസ്സുമുണ്ടാവണം. ഇലയുടെ അകത്തെയും പുറത്തെയും നിറവ്യത്യാസം, ഇലയുടെ കനം, രൂപം, പൂക്കൾ ഇവ ഒക്കെ ശ്രദ്ധിച്ച് ഓർത്തു വയ്ക്കണം. മത്തയിലയും കൂടി എടുത്ത് സുല്ലിടാം. മത്തയിലയ്ക്ക് കുമ്പളത്തിലയുമായി നല്ല സാമ്യമുണ്ട്. എന്നാൽ ശ്രദ്ധിച്ചു നോക്കിയാൽ വ്യത്യാസം മനസ്സിലാവും. അകവും പുറവും അരികും ഒക്കെ മനസ്സിലാക്കി വെക്കണം. നാളെ മറ്റൊരു കൂട്ടം പത്തിലകൾ എടുക്കാൻ തക്ക വൈവിധ്യം ഇന്ന് സാരെങ്കിലുണ്ട്. പക്ഷേ പത്തിലെന്നോ ഇലക്കറിയെന്നോ പോലും ചിന്തിക്കാനാകാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു ഒരിക്കലിവിടെ. മത്തയിലയുടെ നാര് ഇങ്ങനെ വലിച്ചു കളയാം, കുമ്പളത്തിലയുടെയും. ചിലന്തിയോ മറ്റു പ്രാണികളോ എങ്ങാനും പെട്ടിട്ടുണ്ടോയെന്ന് ഒരു അവസാനവട്ട നോട്ടം കൂടി നോക്കണം. കഴുകി വൃത്തിയാക്കണം. ഈ വെള്ളം അത്രയും ഒഴുകി വാഴച്ചൂട്ടിലേക്ക്. ഈ മഴയില്ലാ കർക്കിടകത്തിൽ വാഴയ്ക്ക് ഒരു ആശ്വാസമാകട്ടെ. ഇലകളിലെ വെള്ളം വാലാൻ വയ്ക്കണം. വെള്ളം തോർന്ന ശേഷം അരിയാൻ തുടങ്ങാം. പൊന്നാരി വീരനില അടർത്തി എടുക്കണം. ചെറുചീരയുടെ മൂത്ത തണ്ട് ഒഴിവാക്കാം. കുറേയേറെ ഇലകൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് തീരെ കനം കുറച്ച് അരിയണം. പൊതുവെ ഇലകൾ ഒരു പ്രാവശ്യം അരിഞ്ഞ ശേഷം വീണ്ടും വീണ്ടും കൊത്തി അരിയാതിരിക്കുന്നതാണ് നല്ലത്. ചെറിയ ചുവയുണ്ടാകാനിടയുണ്ട്. മത്തയിലയും മറ്റും അരിയും മുമ്പ് പലതായി ഇതുപോലെ കീറിയാൽ നെടുനീളത്തിൽ കിടക്കാതിരിക്കും.
1.5 മാസത്തെ ദീർഘമായ മഴക്കാലത്തിന്റെ തുടർച്ചയാണ് കർക്കിടകം. മഴക്കാലത്ത് ശരീരം ഇളതായിരിക്കുമ്പോൾ ചൂടുള്ളതും എളുപ്പം ദഹിക്കുന്നതും പോഷകങ്ങൾ നിറഞ്ഞതുമായ ആഹാരം അത്യാവശ്യമാണ്. പത്തിലത്തോരൻ രുചികരമായി ഉണ്ടാക്കിയാൽ ചോറിന്റെ അളവിനൊപ്പമോ അതിലേറെയോ കഴിക്കാനാവും. പച്ചമുളക് കീറി അരിയിരിക്കുന്ന ഭാഗം കളഞ്ഞ് നീളത്തിലരിയണം. ചെറിയുള്ളി നീളത്തിലരിയണം. ഇനി തീ കത്തിക്കാം, ഉരുളി വയ്ക്കാം, വെളിച്ചെണ്ണ ഒഴിക്കാം. അരിയിട്ട് പൊരിക്കാം. അരിഞ്ഞ ഉള്ളിയും പച്ചമുളകും ഇടാം, വഴറ്റി തുടങ്ങാം. അങ്ങാടിക്കടയിൽ കയറിയാൽ ഒരു പ്രത്യേക മണം അനുഭവപ്പെടാറുണ്ട്. അവിടുള്ള ഏത് മരുന്നെടുത്ത് മണത്ത് നോക്കിയാലും ആ പ്രത്യേക മണം ഉണ്ടായിരിക്കുകയുമില്ല. പത്തിലത്തോരൻ്റെ കഥയും ഇങ്ങനെയാണ്. ഒരു കുഞ്ഞു സ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർക്കാം. പകുതി വഴന്നു കഴിഞ്ഞു. ഇനി പ്രധാന താരത്തെ ഉരുളിയിലേക്ക് വീഴ്ത്താം. ബാക്കി താരങ്ങളുമായി ശരിക്ക് ഇടപഴകത്തക്ക വിധം ഇളക്കി മറിച്ച് ഉരുട്ടി വകഞ്ഞ് നിരത്തി ഇടണം. ഉദ്ദിഷ്ടകാര്യം സാധിച്ചു എന്നുറപ്പായാൽ എല്ലാ താരങ്ങളെയും തടുത്തുകൂട്ടി പൊത്തി ഇലയിട്ട് മൂടി അടച്ചു വയ്ക്കാം. പയറിലയുടെ രുചിയും മണവും വേറെ, തകരയിലയുടെ രുചിയും മണവും വേറെ, ചേമ്പിലയുടെ, ചീരയുടെ, കുമ്പളത്തിന്റെ, തഴുതാമയുടെ എന്ന് വേണ്ട, ഓരോ ഇലക്കറിയുടെയും മണവും രുചിയും വേറെ വേറെയാണ്. എന്നാൽ പത്തിലത്തോരനിലാകട്ടെ ഏതൊക്കെ ഇലകളുണ്ടായാലും ഒറ്റ രുചിയും ഒറ്റ മണവും മാത്രമേ ഉണ്ടാവൂ. പത്തില നല്ലപോലെ ഇടപഴകി കഴിഞ്ഞു. സകല ഗർവം തീർന്നു. നന്നായി വിയർത്തു കുളിച്ചിട്ടുണ്ട്. ഒന്ന് വകഞ്ഞ് ചിരണ്ടിയ തേങ്ങയിട്ടൊന്ന് തണുപ്പിക്കാം. ചൂട് വലിച്ചെടുത്ത് തേങ്ങ ചൂടായിക്കോട്ടെ, വേഗണ്ട. തേങ്ങ വേകാതിരിക്കുന്നതാണ് രുചിക്കും ഗുണത്തിനും നല്ലത്. ഇനിയും ശേഷിക്കുന്ന ജലാംശം കൂടി വറ്റട്ടെ. ബാഷ്പീകരണം വേഗതയിലാക്കാനുള്ള തന്ത്രം എടുത്തിടാം. ചിക്കി പ്രതല വിസ്തീർണം കൂട്ടി അതും ശരിയാക്കി. വെള്ളം തോർന്ന് ഉലർന്ന പത്തിലത്തോരൻ മണം പരത്തി രുചി അറിയിച്ചുകൊണ്ട് കിടക്കുന്നു. വിളമ്പാനായി മറ്റൊരു പാത്രത്തിലേക്ക് കുറച്ചെടുക്കാം. ഓട്ടുതളികയിലെ ചോറുമലമേലൊരു വെണ്ണത്തിങ്കൾ, ചൂടുചോറിൽ ഉരുകിത്തുടങ്ങിയ വെണ്ണത്തിങ്കൾ, അതിനപ്പുറം മറ്റൊരു കുഞ്ഞുമല പോലെ പത്തിലത്തോരൻ. പത്തിലത്തോരന് പിന്തുണയുമായി പാവയ്ക്ക വറ്റലും വെണ്ണയ്ക്ക് തുണയായി പപ്പടവും.